ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നത്തേത് അടുത്തൊരു ട്രാവൽ ബ്ലോഗാണ്. നമ്മളിന്ന് പോകുന്നത് ചെന്നൈയിലെ വൺ ഓഫ് ദ ഫേമസ്റ്റ് ബീച്ചായിട്ടുള്ള ബസന്ത് നഗർ ബീച്ചിലോട്ടാണ്. ബസന്ത് നഗർ ബീച്ചിന് പല പല പേരുകളുണ്ട് കേട്ടോ. എഡ്വാർഡ് എലിയറ്റ്സ് ബീച്ച്, ഡെസ്സി, പിന്നെ പോപ്പുലർലി നോൺ ആസ് ബസന്ത് നഗർ ബീച്ച്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ വഴിയിലുടനീളം തണ്ണിമത്തന്, കരിക്ക്, ഇതൊക്കെ നമുക്ക് പോകുന്ന വഴി ഫുൾ കാണാൻ പറ്റും. നമ്മൾ ബീച്ച് എത്തുന്ന സമയത്ത് റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് ഫേമസ് ആയിട്ടുള്ള ഫുഡ് ഔട്ട്ലെറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ 2 വീലറിനാണ് പോയത്. 2 വീലറിന് പാർക്കിംഗ് ഉണ്ട്. നമ്മൾ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള റോഡിലാണ് നമ്മൾ 2 വീലർ പാർക്കിംഗ് ഫീസ് ഉണ്ട്. ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചിട്ടാട്ടോ പമ്മൂസിനെ നമ്മൾ ബീച്ചിലോട്ട് കൊണ്ടുവന്നേക്കണേ. അതാണ് മുഖത്ത് നല്ലൊരു ഉറക്കച്ചടവ് കാണാം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ ഓക്കെ ആയിട്ടോ. പിന്നെ ഇവിടെ നമ്മൾ കളിക്കാനൊക്കെ തുടങ്ങി. ഈ ബീച്ചിൽ ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. കുറേ ഗെയിംസ്, ഫുഡിനാണെങ്കിൽ പല പല വെറൈറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ, പൈനാപ്പിൾ, വാട്ടർമെലൺ, ഇതൊക്കെ നമുക്ക് കാണാം. നമ്മളെത്തിയ സമയം കുറച്ച് ഏർലി ആയിരുന്നു, അതായത് സന്ധ്യ ആയിട്ടുണ്ടായില്ല. എങ്കിലും നമുക്ക് കാണാം അത്യാവശ്യം ക്രൗഡഡ് ആയി തുടങ്ങിയിരുന്നു ബീച്ച്. ഇതൊരു ഗെയിമാണ്, റിങ് എറിഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ്. റിങ് എറിഞ്ഞ് നമുക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാം. 50 റുപ്പീസാണ് ഒരു സെറ്റ് റിങ് എറിയുന്നതിന്. ഒരു സെറ്റ് റിങ്ങിൽ 10 റിങ്ങുകളുണ്ടാകും. അതേപോലെ ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട്. ഇതെല്ലാം നമുക്കൊരു ഫണ്ണാണ്, ഇത് കളിച്ച് നമുക്ക് പൈസ കിട്ടുന്നത്. ബീച്ച് ഓണായി വരുന്നതേ ഉള്ളേ. അതുകൊണ്ടാണ് നമുക്ക് ഈ ചെയറൊക്കെ എംപ്റ്റി ആയിട്ട് കാണുന്നത്. കുറച്ചും കൂടി കഴിയുമ്പം നമ്മുടെ ബജി സ്റ്റോൾസൊക്കെ ഓപ്പൺ ആകുമ്പോഴേക്കും ഈ ഏരിയ ഒക്കെ നല്ല ക്രൗഡഡ് ആയിരിക്കും ചെയറുകളൊക്കെ. പമൂസിന് ഒരു JCB മേടിക്കണം. അതാണ് കേട്ടോ അവിടെ സ്റ്റോപ്പാക്കിയത്. ഇങ്ങനെയുള്ള വണ്ടികളൊന്നും കണ്ട ആളുടെ കണ്ണിപ്പെടാതെ പോകില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്ത് വിലയൊക്കെ ചോദിച്ച് നോക്കുന്നതാണിത്. പക്ഷെ നമ്മൾ അപ്പം മേടിച്ചില്ല കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബീച്ചിലോട്ട് നടന്നു. എന്നത്തെക്കാലത്തും ഭയങ്കര ക്രൗഡ് തോന്നി എനിക്ക്. ഞാനിവിടെ ഇഷ്ടം പോലെ പ്രാവശ്യം പോയിട്ടുണ്ട്. ഈ ബീച്ച് വീടിൻ്റെ തൊട്ടടുത്താണ്. പക്ഷേ ഇന്ന് കുറേ ആയിട്ട്, ഇപ്പോൾ ഇത്ര ഏർലി ആയിട്ട് വന്നിട്ട് പോലും അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിൽ സണ്ണും ഇപ്പുറത്തെ സൈഡിൽ ബീച്ചും കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. പമ്മൂസിന് ബീച്ച് പേടിയാട്ടോ. പേടിയാന്ന് വെച്ചാൽ വെള്ളം ആളുടെ കാലിൽ തൊടാൻ പാടില്ല. ബീച്ചിൽ ഇതുവരെ ആൾ പല ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലും ആൾ ആ വെള്ളത്തിൽ ഇറങ്ങി ഇതുവരെ കളിച്ചിട്ടില്ല. എന്താണെന്നറിയില്ല, എത്ര ട്രൈ ചെയ്തിട്ടും ആൾ ബീച്ചിൽ ഇറങ്ങില്ല. അതേപോലെ തന്നെ മണ്ണിലും ആൾക്ക് ബീച്ചിലെ മണ്ണിൽ ഇങ്ങനെ കളിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ചെന്നപ്പോഴേക്കും ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു, കളിക്കുന്നത് നല്ലതാ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആൾ കുറച്ച് മണ്ണൊക്കെ വാരി അന്ന് പോയപ്പോഴേക്കും കളിച്ചായിരുന്നു. അതല്ലെങ്കിൽ ആൾ മണ്ണ് വാരി കളിക്കലോ, അങ്ങനെ ബീച്ചിലെ മണ്ണ് വാരി കളിക്കലോ അങ്ങനെയൊന്നും ആൾക്ക് ഇഷ്ടമല്ല. ഈ കാണുന്നത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു പ്ലേസ് ആയിരിക്കും. നമ്മുടെ നാടോടിക്കാറ്റ് മൂവിയിൽ ഗഫൂർക്ക ദോസ്ത് പറ്റിച്ച് ദാസനെയും വിജയനെയും കൊണ്ടിറക്കുന്ന ആ ഒരു സ്ഥലമാണിത്. അതായത് ബസന്ത് നഗർ ബീച്ചിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ കാണുന്നതാണ് നമ്മൾ പുറകിൽ കാണുന്ന മെമ്മോറിയൽ. ഈ മെമ്മോറിയലിൻ്റെ പേര് കാൾ ഷ്മിത്ത് മെമ്മോറിയൽ എന്നാണ്. ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളും ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത്. ഇപ്പം നമ്മൾ കാണുന്ന മെമ്മോറിയൽ റിനോവേറ്റ് ചെയ്തിട്ടുള്ള മെമ്മോറിയലാണ് കേട്ടോ.
1930 ഒരു ഡാനിഷ് സെയിലർ, അതായത് കാൾ ഷ്മിത്ത്, ഒരു വുമണിനെ രക്ഷിക്കാനായിട്ട് ഡ്രൗണായി പോയി എന്നാണ് പറയുന്നത്. ഞാൻ ഗൂഗിൾ റിസർച്ച് ചെയ്തതാണ് ഈ മെമ്മോറിയലിൻ്റെ കഥ. അപ്പോൾ അങ്ങനെ അതിൻ്റെ സ്മരണാർത്ഥം പണി കഴിപ്പിച്ചതാണ് ഈ ഒരു മെമ്മോറിയൽ. പമ്മൂസ് പിന്നെ ഫുൾ വൈബായിട്ടോ. ഓണായ ആൾ മണ്ണ് വാരി എറിയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ മണ്ണിൽ കളിച്ചോ നല്ലതാണ് അങ്ങനെ ഒരു വിധത്തിൽ കൺവിൻസ് ചെയ്തെടുത്തപ്പോഴേക്കും പിന്നെ ആൾ ഫുൾ മണ്ണിൽ കളിയായി. ബീച്ചിൽ ഇഷ്ടം പോലെ ഗെയിംസൊക്കെ ആളുകൾ ബോൾ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടേ. കുറച്ച് നേരം അങ്ങനെ ഞങ്ങളും ബീച്ചിൽ വന്നിരുന്നു കടൽ കാണാനായിട്ട്. കുറച്ചും കൂടി കഴിയുമ്പോൾ സന്ധ്യയായി കഴിയുമ്പോൾ ഒട്ടും ലൈറ്റ് ഉണ്ടാവില്ല നമുക്ക് ആ ബീച്ചിൻ്റെ സൈഡിലോട്ട് പോകുമ്പം. പിന്നെ കടകളുടെ സൈഡായിരിക്കും ലൈറ്റ് മൊത്തം, അവിടെ ആയിരിക്കും ഓണാവുക. അപ്പോൾ ലൈറ്റുള്ള സമയത്ത് വേണം നമ്മളിവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് അത്യാവശ്യം ലൈറ്റുള്ള സമയത്ത് തന്നെ വന്ന് ഇങ്ങനെ ഇവിടെ ഇരുന്ന് കാണുക. കാരണം കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല ഡാർക്കാവും, ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അമ്മയുടെ ഉടുപ്പിൽ മണ്ണ് വാരി ഇടുക കേട്ടോ പമ്മൂസ്. ഈ കാണുന്നത് പോലെ ചില കുട്ടി കുട്ടി റൈഡ്സുകൾ ഇവിടെ കാണാം കേട്ടോ. ഹോഴ്സ് റൈഡ്, കാറ്. എത്രത്തോളം സേഫാണെന്ന് അറിയില്ല, ടെമ്പററി ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തത് കൊണ്ട്. പിന്നെ അതേപോലെ ഇങ്ങനെ ഫുഡ് വെറൈറ്റീസിൽ ചോളം ചുട്ട് കൊടുക്കുന്ന അത് ഇഷ്ടം പോലെ കാണാം. എല്ലാ ഏരിയയിലും ഇതേപോലെ ചോളം ചുട്ട് കൊടുക്കുന്ന ചെറിയ ചെറിയ കടകളുണ്ട്. ഞങ്ങളിതുവരെ പോയിട്ട് ഇവിടെ ഹോഴ്സ് റൈഡിങ്ങിൽ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വിചാരിച്ചു വന്ന പമ്മൂസിനെ ഒന്ന് ഹോഴ്സിൽ കയറ്റാമെന്ന്. പമ്മൂന് പേടിയൊന്നുമില്ല. അങ്ങനെ ചേട്ടനും പമ്മൂസും കൂടി ഹോഴ്സ് റൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. 200 രൂപയാട്ടോ പെർ പേഴ്സൺ. പമ്മൂസിനത് നല്ല ഇഷ്ടമായി, ആളത് ശരിക്കും എൻജോയ് ചെയ്തു. ഇരുട്ടി തുടങ്ങി, നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇങ്ങനെ ലൈറ്റ് കത്തുന്ന കുറേ സാധനങ്ങളുണ്ട്. ക്യൂട്ടായിട്ടുള്ള കുപ്പികൾ, ഇങ്ങനെ തലയിൽ വെക്കുന്ന സാധനങ്ങൾ, അതൊക്കെ വിൽക്കാനായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഇത് ഈ അടുത്ത് പണിതൊരു വാക്ക് വേ ആട്ടോ. വാക്ക് വേ അല്ല, ബീച്ചിലോട്ട് നമുക്ക് നടക്കാൻ വേണ്ടി റീസെൻ്റായിട്ട് പണി കഴിപ്പിച്ചൊരു ബ്രിഡ്ജാണത് ആ പുറകെ കാണുന്നത്. അതേപോലെ ആ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ ഈ അടുത്ത് വന്നതാണ്. ബീച്ചിൽ നിന്ന് നേരെ ഞങ്ങൾക്കൊരു കടം ബാക്കിയുണ്ട്. പമ്മൂസിന് JCB മേടിച്ചിട്ടില്ല. ആളത് മറന്നും പോയില്ല. എങ്ങനെയെങ്കിലും മറപ്പിക്കാൻ നോക്കി, പക്ഷെ ആളത് പിന്നെ ഓർത്തിട്ട് JCB മേടിച്ചില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളത് മേടിച്ചിട്ട് എന്നാൽ ഇനി കടകളൊക്കെ കയറാം എന്ന് വിചാരിച്ചു. ഇവിടെ ലൈവായിട്ട് ഫിഷ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കും കേട്ടോ. ആ സ്റ്റോളാണ് ഇപ്പോൾ കണ്ടത്. പോകുന്ന വഴി ഗെയിംസൊക്കെ ഓണായി തുടങ്ങി. ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട് നമുക്ക് കളിക്കാനായിട്ട്. നല്ല രസമാണ് ഇതെല്ലാം വന്നിങ്ങനെ കളിച്ച് ഗിഫ്റ്റുകളൊക്കെ ഏൺ ചെയ്യുമ്പം. ഇനി അഥവാ നമുക്ക് പോയിൻ്റൊന്നും കിട്ടിയില്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു പ്രോത്സാഹന സമ്മാനം നമുക്ക് എന്തായാലും തരും. സ്റ്റിക്കറോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് തരും.
പോകുന്ന വഴി പമോസ് എല്ലാ കടകളിലും JCB ഉണ്ടോ തപ്പി തപ്പി നടക്കുമായിരുന്നേ. JCB മേടിക്കാൻ പോകുന്ന വഴിക്ക് വിചാരിച്ചു വന്ന ബജി ഒന്ന് കഴിച്ചിട്ട് പോകാം, കുറച്ച് വിശക്കൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നിരുന്നിട്ട് ഒരു മഷ്റൂം ബജിയും ഒരു കായ ബജിയും പറഞ്ഞ് ഞങ്ങളത് വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ കായ ബജി വന്നു, നല്ല ടേസ്റ്റാണ്. എല്ലാ കടയിലത്തെയും ബജി സൂപ്പറാണ്. പക്ഷേ ഞങ്ങളെപ്പോഴും വന്നാലും ഈ ബീച്ചിൽ കയറുമ്പോൾ തന്നെ ഒരു RT ബജി സ്റ്റോൾ എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെ നിന്നാണ് കഴിക്കുക. അവിടെ കളറൊന്നും ചേർക്കാതെ ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങളെപ്പോൾ വന്നാലും ഇവിടെ നിന്നാണ് കഴിക്കാറുള്ളത്. അതേപോലെ തന്നെ മഷ്റൂം ബജിയും നല്ല ടേസ്റ്റാണ്. എനിക്ക് ഇവിടുത്തെ കോളിഫ്ലവർ ബജിനേക്കാളും ഇഷ്ടം ഈ മഷ്റൂം ബജിയാണ്. അതിൻ്റെ പുറത്ത് അവരൊരു കൈൻഡ് ഓഫ് ചാട്ട് മസാല പോലത്തെ ഒരു മസാലയൊക്കെ ഇട്ട് തരും, നല്ല ടേസ്റ്റാണത്. ചെറിയ കുപ്പികളിൽ കാണുന്നത് ഫിഷാട്ടോ, ഫിഷിനെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് റോഡ് സൈഡ് എത്തി. റോഡ് സൈഡിലെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. റോഡ് സൈഡിലും ഇതേപോലെ കുറേ വെൻഡേഴ്സ് ഇരിപ്പുണ്ടാവും കേട്ടോ, 2 സൈഡിലായിട്ട്. അതായത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, വള, കമ്മലുകളൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇങ്ങനെ ഈ ഒരു സൈഡിലിരുന്ന് അവർക്ക് വിൽക്കാം. അതേപോലെ പല പല കേക്ക് ഷോപ്പുകൾ, വെറൈറ്റീസ് ഓഫ് ഷോപ്പുകളുണ്ട്. അപ്പോൾ ഈ 2 സൈഡിലും നമുക്ക് ഇഷ്ടം പോലെ ഇതേപോലെ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ കാണാൻ പറ്റും. കുറേ ഇരിക്കാനുള്ള സ്പേസുകളുമുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഈ നടക്കുന്നത് ഈ വഴി നമുക്ക് വീണ്ടും ബീച്ചിൻ്റെ സൈഡിലോട്ട് കയറണം. നമുക്ക് വീണ്ടും കടയിലോട്ടൊന്ന് പോകണം. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഈ സംഭവം കണ്ടിട്ടുണ്ടോ? വെറൈറ്റി അല്ലേ? ഇത് വേറൊന്നുമല്ല, ഒരു മിഠായി, പഞ്ചാര പാല് മിഠായി എന്ന് പറഞ്ഞ് പണ്ടത്തെ ഒരു ടൈപ്പ് മിഠായി. അത് വിൽക്കുന്ന ആളാണ്. കണ്ടോ, ആ മിഠായിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഭയങ്കര നല്ല രസമായിട്ട് തോന്നി. ആ പാവേനെ അങ്ങനെ കളിപ്പിച്ചുകൊണ്ടാണ് മിഠായി വിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ പുതിയ JCB മേടിച്ചായിരുന്നു കേട്ടോ, അതിൻ്റെ വീഡിയോ എടുത്തില്ല. അങ്ങനെ സന്ധ്യയായി, നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് വരുവാണ്. നമ്മൾ തിരിച്ച് പാർക്കിങ്ങിലോട്ട് വന്നു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി ബീച്ചാണ്. ചെന്നൈയിലുള്ളവർ എന്തായാലും മസ്റ്റായിട്ട് ബീച്ചൊന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയാണ്. ഭയങ്കരമായിട്ട് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബീച്ചാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.